ഏതാണോ ബ്രാൻഡ്? ജോണി വാക്കർ റെഡ് ലേബിളാണ് സാർ. ഞാൻ ഊഹിച്ചു. പോയി മാറ്റിക്കൊണ്ട് പാടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മതി. സാർ ഇതാ കഴിക്കുന്നത്. സാർ ഇനി ഇത് കഴിക്കുന്നില്ല. പോയി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടുവരാൻ. എന്താ അത് ഇവിടെ ഇല്ലേ? എന്നാ കൊണ്ടുപോവാ. നമ്മളെടുത്താണ് അഭ്യാസം. അവന്റെ റെഡ് ലേബലേ. താൻ ആരാടോ? ഞാൻ കഴിക്കുന്ന ബ്രാൻഡ് തീരുമാനിക്കാൻ താൻ ആരാടോ? ഞാൻ ആരെങ്കിലും ആവട്ടെ, പക്ഷെ രവിവർമ്മ തമ്പുരാൻ ഇനി ഈ ഹോട്ടലിൽ നിന്ന് നല്ല ബ്രാൻഡേ കഴിക്കാവൂ. ഇവിടെ സ്കോച്ച് ചോദിച്ചു വരുന്നവർക്ക് കുന്നംകുളത്തെ പട്ടച്ചാരായം കളർ ചേർത്ത് കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല ഇനിമേലാൽ. മിസ്റ്റർ വർമ്മ, നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയറിലുള്ള ജോണി വാക്കർ റെഡ് ലേബൽ കമ്പനി സ്ട്രൈക്ക് മൂലം ലോക്കൗട്ടായിട്ട് ഇന്നേക്ക് 7 മാസവും 7 ദിവസവും തികയുന്നു. ഇംഗ്ലണ്ടിൽ പോലും കിട്ടാത്ത സാധനം ഈ ഭാരതത്തിൽ എങ്ങനെ വന്നു? യെസ്, ഇറ്റ് ഈസ് ഡ്യൂപ്ലിക്കേറ്റ്. ഐ എം സോറി, ഞാൻ സ്വല്പം ഇമോഷണൽ ആയിപ്പോയി. എനിക്ക് മനസ്സിലായില്ലല്ലോ. മിസ്റ്റർ വർമ്മയ്ക്കെന്നല്ല, ഇവിടുത്തെ സ്റ്റാഫിന് പോലും എന്നെ മനസ്സിലായിട്ടില്ല. എന്റെ ലക്ഷ്യം സഫലമാകുന്നതുവരെ ഈ സത്യം മൂടി വെക്കണമെന്ന് ശിവദാസനോട് ഞാൻ പറഞ്ഞിരുന്നു. ശിവദാസനോ? അതെ, ഈ ഹോട്ടലിന്റെ മുൻ ഉടമ ശിവദാസൻ, മിസ്റ്റർ വർമ്മയുടെ സുഹൃത്ത്. മിസ്റ്റർ വർമ്മ പോലും അറിഞ്ഞില്ലല്ലോ ഈ ഹോട്ടൽ ഞാൻ അവന്റെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. കസ്റ്റമേഴ്സുമായി നേരിട്ട് സംസാരിച്ചും പ്രശ്നങ്ങൾ മനസ്സിലാക്കിയും വേണം എനിക്കിവിടെ ഒരു അഴിച്ചുപണി നടത്താൻ. മിസ്റ്റർ വർമ്മ, മനുഷ്യന് നിലനിൽക്കാൻ ഭക്ഷണവും വായുവും വെള്ളവും വേണം. വൃത്തികെട്ട സാധനങ്ങൾ കഴിച്ച് നമ്മുടെ വയർ പൊല്യൂട്ടഡ് ആവരുത്. See the difference? വെരി ഗുഡ്. സാർ പ്രോൺസോ മറ്റോ? ഒന്നും വേണ്ട, പോയാ മതി. പോകാനല്ലേ പറഞ്ഞത്. സാറ് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ കിച്ചണിലെ ഫ്രീസറിൽ നോക്കിയതാണ്. ഒരുപാട് ചെമ്മീൻ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അവയൊക്കെ കടലിൽ നിന്ന് പിരിഞ്ഞിട്ട് മാസങ്ങൾ എത്രയോ ആയി കാണും. ആ ചെമ്മീൻ ആത്മാക്കൾ ഇപ്പൊ വല്ല സ്രാവോ തിമിംഗലമോ ഒക്കെ ആയി കടലിൽ പുനർജനിച്ചു കാണും. You are very, very funny. അയ്യോ സാർ. ആരാടാ നീ? ഡ്രൈവറാണ് സാർ. ഓഹോ, ഇയാൾ കുടി ചോഫാവുന്നവരെ തന്നെ ഇവിടെ എന്തെടുക്കായിരുന്നു? പിടിക്കണോ? പിടിക്കാതെ വണ്ടി കയറ്റണോ? ഡ്രൈവറാത്രേ. ഇയാൾ ഈ കോലത്തിലാവുന്നവരെ താൻ ഇവിടെ എന്തെടുക്കായിരുന്നോ? സാർ ഏതോ വക്കീലിനെ കാണാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഏതോ വക്കീലോ? ഐ ആം ദ വക്കീൽ, ബാരിസ്റ്റർ ശങ്കരനാരായണ അയ്യർ. നമസ്കാരം സാർ. നമസ്കാരമൊക്കെ നമ്മൾ നാളെ കാലത്ത് പറയാം. വണ്ടി എടുക്കണ പുല്ലേ. വണ്ടി കൊട്ടാരത്തിലേക്ക് പോട്ടെ. ഇത്രയും കുടിച്ച അമ്മയുടെ മുമ്പിൽ പോകാറില്ല സാർ. അമ്മയുടെ മുമ്പ് പോണെന്ന് ആര് പറഞ്ഞു? മറ്റേ വീട്ടിലേക്ക് പോട്ടെ. ആ പെൺകുട്ടിയെ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്ന വീടില്ലേ, അങ്ങോട്ട്. അല്ല സാർ, ആ പെൺകുട്ടി. അതേടോ, ആ പെൺകുട്ടിയെ സംബന്ധിച്ചൊരു കേസുണ്ട്. ഇയാൾ ബോധം തെളിയുമ്പോ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് നാളെ എനിക്ക് സുപ്രീം കോടതിയിൽ ഹാജരാവാനുള്ളതാണ്. വിടാ വണ്ടി. കിടക്കണം. അയ്യോ, ഇതെന്ത് പറ്റി തങ്കച്ച? എന്ത് പറ്റിയെന്നോ? കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ള ആളാണെന്ന് അറിയില്ലേ? ഓവറായിട്ട് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് വീട്ടിലിരിക്കുന്നവരുടെ ചുമതലയാണ്. എന്റെ കണ്ണ് പെട്ടതുകൊണ്ട് കേടുപാട് കൂടാതെ ഇവിടം വരെ എത്തി. വന്ന് പിടിക്കൂട്ടി. ഇല്ല, ഞാൻ പിടിക്കാം സാർ. വേണ്ട, താ പോയിക്കോളൂ. വിട്ടോളൂ. പോയിക്കോളൂ. നമ്മുടെ കാര്യങ്ങളിൽ ഈ ഡ്രൈവേഴ്സ് ഇടപെടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. സാധാരണ ഇത്രയും കഴിക്കാറില്ല. മൂപ്പര പെൺകുട്ടിയുടെ കാര്യത്തിൽ വളരെ വറീഡാണെന്ന് തോന്നുന്നു. രവി എന്നോടൊന്നും വിളിച്ചു വെക്കാറില്ല. ലക്ഷ്മി എവിടെ? ഉറങ്ങിയോ? കൊട്ടാരത്തിൽ വളർന്ന കുട്ടിയല്ലേ, ഈ മാറിയ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നുണ്ടോ? എവിടെ അവൾ? എനിക്കൊന്ന് കാണണം. അവൾ എന്തു പറ്റി? ആ കുട്ടിക്ക് നല്ല സുഖമില്ല. അതെ, സുഖമില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഐ എം എ ഡോക്ടർ. ഡോക്ടർ വിജയൻ? അപ്പൊ എന്റെ പേരും അറിയാം.
എന്നിട്ടാണോ എന്നോടൊരു പരിചയഭാവം പോലും കാണിക്കാതിരുന്നത്? അടുത്ത തവണ കാണുമ്പോഴെങ്കിലും ഓർമ്മിക്കണം കേട്ടോ. വരൂ, എവിടെ അവൾ? വരൂ. He will be all right. ലക്ഷ്മി, ലക്ഷ്മി, ഉറങ്ങാൻ മരുന്ന് കൊടുത്തിരിക്കുക. ഉറങ്ങാൻ മരുന്നോ? എന്തായി പാടുകളൊക്കെ? കുട്ടി ടാബ്ലറ്റ്സ് കഴിക്കില്ല, അതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കുക പതിവ്. മയക്കുമരുന്നോ? ഉറക്കത്തിൽ നിന്ന് ഉണർന്നാ ഭയങ്കര ബഹളം വെക്കും, ഇറങ്ങി ഓടും, അതുകൊണ്ടാ. ഹലോ, ശിവനാണ് സാർ. ആ, ഞാൻ പുറത്തുനിന്നൊരു ടെലിഫോൺ ബൂത്തിൽ നിന്നാണ്. ഒന്നും ഉണ്ടായില്ല. എല്ലാം വിശദമായിട്ട് ഞാൻ അവിടെ വന്നിട്ട് പറയാം. ഒരു കാര്യം ചെയ്, വിട്ടടിച്ചു പോരെ. നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല പൊന്നു ശിവൻകുട്ടി. അതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാം. ഞാൻ വിളിച്ചൊന്ന് പറഞ്ഞേ ഉള്ളൂ. വെക്കട്ടെ സാർ. ലക്ഷ്മി, ലക്ഷ്മി,
മോളെ ഇത് ഞാനാ, ശിവേട്ടൻ. ശിവൻ ശിവൻ ശിവേട്ടൻ. ശിവേട്ടൻ ആ ശിവേട്ടാ, അതെ ശിവേട്ടൻ. ഇതെവിടെയാ? ഒന്നും പേടിക്കണ്ട, അവരുടെ കയ്യിൽ നിന്നൊക്കെ മോളെ ഞാൻ രക്ഷപ്പെടുത്തി. അതിനുവേണ്ടിയാണ് ശിവേട്ടൻ ജയിലിൽ നിന്ന് പുറത്തു വന്നത്. ഒന്നും പേടിക്കണ്ട, കിടന്നുറങ്ങിക്കോളൂ. ശിവേട്ടന്റെ കൂടെയല്ലേ. നേരം വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് കൊട്ടാരത്തിലെത്താം. വേണ്ട വേണ്ട, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. അതെന്താ മോളെ? അവരെന്നെ കൊല്ലും. മോൾ എന്തായി പറയുന്നത്? റിസീവറൊക്കെ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാവോ? വേണ്ട വേണ്ട. ലക്ഷ്മി, ലക്ഷ്മി. പേഷ്യന്റ് നിങ്ങളുടെ ആരാണ്? സിസ്റ്റർ, എന്താ അസുഖം? ഞങ്ങളൊരു ദൂരയാത്ര കഴിഞ്ഞ് വരികയാണ്. യാത്രാക്ഷീണം കൊണ്ടാണോ എന്നറിയില്ല, 1-2 വട്ടം ഛർദ്ദിച്ചു, പിന്നെ മയങ്ങി. നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. ഡോക്ടർ, ലക്ഷ്മിക്ക് എങ്ങനെയുണ്ട്? കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളൊരു അമ്മാവനാവാൻ പോന്നു. എങ്ങനെ? യെസ്, ഷീ ഈസ് പ്രഗ്നന്റ്. ഡോക്ടർ, ലക്ഷ്മി. ഈ കുട്ടിയുടെ ഭർത്താവ് എവിടെ? ലക്ഷ്മി, ഡോക്ടർ പറഞ്ഞത് സത്യമാണോ? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? രവിവർമ്മ അവനാണ് നിന്നോടാ ചോദിച്ചത്? വിഷ്ണു. വിഷ്ണു? ഏത് വിഷ്ണു? ശിവേട്ടന് അറിയില്ല. ആരാണവൻ? എന്നോടൊന്നും ചോദിക്കരുത്. ലക്ഷ്മി, ആ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. രവിവർമ്മ വന്നിരുന്നു? തമ്പുരാൻ ഇല്ല. എന്താ ഡോക്ടർ? രവിവർമ്മയുടെ വണ്ടി പുറത്ത് കിടക്കുന്നു. രാത്രി ആരെങ്കിലും വന്നിരുന്നു? ഉവ്, ഒരു പെൺകുട്ടിയും മറ്റൊരാളും വന്നിരുന്നു. പെൺകുട്ടിയോ? ആ, ഒരു ലക്ഷ്മി. ലക്ഷ്മിയോ? അതെ. എവിടെ ഉണ്ട്? മോളിലുണ്ട്. വരൂ. ലക്ഷ്മി, കുട്ടിയുടെ ബ്രദർ എവിടെ? പുറത്തേക്ക് ഇറങ്ങി, ഇപ്പൊ വരും. ആ പുറത്ത് കിടക്കുന്ന വെളുത്ത മരുതിവൻ നിങ്ങൾ വന്ന വണ്ടിയാണോ? അതെ. ഐ എം ഡോക്ടർ വിജയൻ. കുട്ടിയുടെ ബ്രദറാണ്. ഹലോ. ഞാൻ കുട്ടിയോട് ചോദിക്കായിരുന്നു, ആ വെള്ളം മരുതി നിങ്ങളുടെയാണോ എന്ന്. അതെ. എന്താ ഡോക്ടർ? നല്ല അപ്പോഴ്സറി. എവിടെയാ ചെയ്ത്? അത് കോയമ്പത്തൂർ. ആ, അതാ ഇത്ര ബ്യൂട്ടിഫുൾ ആയത്. എന്നാ ഞാൻ പിന്നെ വരാം. കുട്ടി റെസ്റ്റ് എടുത്തോളൂ. കുറച്ച് തുണികളൊക്കെ വാങ്ങിച്ചു, ഒന്ന് കുളിച്ചോളൂ. ലക്ഷ്മി, എന്തു പറ്റി? ഡോക്ടർ വിജയൻ. ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ട്. കേട്ട് കാണും, ചിലപ്പോ വലിയ ഡോക്ടർ ആയിരിക്കും. ഹലോ, രവിവർമ്മയല്ലേ? കിളി പറന്നുപോയോ? ആ, കിളി പറന്നുപോയോ പറയൂ. ഡോക്ടർ വിജയനാണോ? ആ അതേടോ. ലക്ഷ്മി ചാടിപ്പോയോ? ഉവ്വ. തനിക്ക് എങ്ങനെ അറിയാം? ഇവിടെ ഒന്ന് ചേക്കേറിയിട്ടുണ്ട്. എവിടെ? ആ, ഈ ആശുപത്രിയില്. ഓ മൈ ഗോഡ്, പുറത്ത് വിടരുത്. ഞാനിതാ വരുന്നു. ശിവേട്ടാ, ആളെ എനിക്കിപ്പോ ഓർമ്മ വന്നു. രവിയേട്ടന്റെ ഫ്രണ്ടാണ് അയാൾ. ആര്? ഡോക്ടർ വിജയൻ. ഇയാളുടെ നഴ്സുമാർ എനിക്ക് ഇഞ്ചക്ഷൻ തന്നോണ്ടിരുന്നത്. ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നു. BR ഹോസ്പിറ്റൽ.
രവിവർമ്മയുടെ കൂടെയുള്ള ആ പെണ്ണും ഒരു ഡോക്ടർ വിജയനെ പറ്റി പറഞ്ഞു. പേഷ്യന്റ് എവിടെ സിസ്റ്റർ? അകത്തുണ്ടല്ലോ ഡോക്ടർ. യൂസ്ലെസ്. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു ചേട്ടൻ, കല്യാണപ്രായമായ സഹോദരി, രോഗിയായ അമ്മ. ഈ ഡീറ്റെയിൽസ് മാത്രം വെച്ച് ഒരുത്തനെ എവിടെ എങ്ങനെ തേടി പിടിക്കാനാണ് കുട്ടി? നാടേതാണ്, വീടേതാണ്, മേൽവിലാസം എന്താണ് ഒന്നും അറിഞ്ഞുകൂടാ. അല്ല, ഇനി തേടി പിടിച്ചാൽ തന്നെ കുറച്ച് രൂപയ്ക്ക് വേണ്ടി ലക്ഷ്മി മോളെ പോലുള്ള ഒരാളുടെ സ്നേഹം ഇത്രയും ക്രൂരമായി നിഷേധിച്ച ഒരുത്തനെ കിട്ടിയിട്ട് എന്ത് കാര്യം? അത് വേണ്ട. ഇത്രയൊക്കെ ആയിട്ടോ ഇപ്പോഴും അവനെ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് വിഷ്ണുവിനെ വെറുക്കാൻ കഴിയുന്നില്ല. സാധ്യത തീരെയില്ലെങ്കിലും അവനെ തപ്പി പിടിച്ചു തന്നെ ഇരിക്കട്ടെ. അതുവരെ നമ്മൾ എങ്ങോട്ട് പോകും? ശിവേട്ടന്റെ വീട്ടിലേക്ക് വരട്ടെ? അത് വേണ്ട മോളെ, ഞാൻ പരോളിലിറങ്ങിയ ഒളിവിലാണ്. വീട് സേഫ് അല്ല. ജാനുമ്മയുടെ വീട് അതെവിടെയാണ് മോക്കറിയോ? അറിയാം, എനിക്കറിയാം. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെന്താ ഒന്നും മിണ്ടാത്തത്? സാർ അത്യാവശ്യം എന്ന് പറഞ്ഞ ആളയച്ചപ്പോ വീണ്ടും ഇത് തന്നെയാണ് കേസെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നീ വരുമായിരുന്നില്ല, ഇല്ലേ? എനിക്കത് പറയാൻ യോഗ്യതയില്ല. എന്നാലും ഒരു പെൺകുട്ടിയോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് ഒരു ലിമിറ്റ് ഇല്ല സാർ. ഇതൊരു മാതിരി ചെപ്പും പന്തും കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ട് കെട്ടുക എന്ന് പറഞ്ഞാൽ. ഓഹോ, നിനക്ക് എന്താണ് അവളുടെ സെന്റിമെന്റ്സ് വന്നു തുടങ്ങിയത്? ഏതായാലും താൻ ഇതുവരെ എന്നോട് സഹകരിച്ചു. ഒരു തവണ കൂടി എന്നെ സഹായിക്കണം. എങ്ങനെ? എങ്ങനെയും. ആരാണ് ഈ പുതിയ വില്ലൻ? എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അത്. ആളാണെന്ന് അറിയില്ല. ആരാണെങ്കിലും അവൻ റിസീവ്ഡ് ആളായിരിക്കും. കാണിച്ച വക്രതകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞ് രസിക്കുന്നതാണല്ലോ സാറിന്റെയും റിസീവറുടെയൊക്കെ ഒരു രീതി. പെണ്ണിനെ കൈ കിട്ടിയപ്പോ ഒരു വിജയെ പോലെ സാറ് വിളിച്ചു പറഞ്ഞു, എന്റെ കൈ കിട്ടിയിട്ടുണ്ട്, വിഷ്ണു എന്റെ ആളാണെന്നൊക്കെ. അതുപോലെ തിരിച്ചു ഒന്ന് പ്രതീക്ഷിച്ചൂടെ? ആ, ഞാൻ പ്രതീക്ഷിക്കുന്നു. തൽക്കാലം അവനാണല്ലോ ജയിച്ചത്. വേറൊരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട് സാർ. അയാൾ ജയിച്ചില്ലെങ്കിലോ? അതെങ്ങനെ? പെണ്ണ് അവിടെ എത്തിയില്ലെങ്കിൽ? ഞാനൊരു സാധ്യതയാണ് പറഞ്ഞത്. ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു അസറ്റാണ് ലക്ഷ്മി. സാറിന്റെ കയ്യിൽ നിന്ന് അവളെ തട്ടിയെടുത്തവൻ ഒട്ടും കുറഞ്ഞ പുള്ളിയായിരിക്കില്ല. ഒരു നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഇനി അവളെ കൊട്ടാരത്തിൽ കൊണ്ട് കൊടുക്കുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? ഉറപ്പൊന്നുമില്ല. കഥയുടെ ഒരു പോക്ക് കണ്ടിട്ട് അതിനാ പോസിബിലിറ്റി. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ സാർ നിഷേധിക്കരുത്. കാര്യങ്ങൾ ഇത്രത്തോളം കുഴഞ്ഞുപോയ സ്ഥിതിക്ക് ഇനി അഥവാ ലക്ഷ്മി കൊട്ടാരത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ആരാണെന്ന് കൊട്ടാരത്തിലുള്ളവരെല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് വീണ്ടും ഒരു തട്ടിയെടുപ്പ് പഴയ പോലെ എളുപ്പമല്ല. തന്നെയുമല്ല, കൈയും വീശി കാത്തിരിക്കാൻ റിസീവർ അത്ര മണ്ടനൊന്നുമല്ല. ഓഹോ, പോയത് പോട്ടെന്ന് വെക്കാൻ ഈസി അല്ല. സാറിന് വേണ്ടത് പെണ്ണാണ്. റിസീവർക്ക് വേണ്ടത് അയാൾ അമക്കിയ 10-25 ലക്ഷം രൂപ എന്നുള്ള രക്ഷപ്പെടലാണ്. കൂടെ എക്സ്ട്രാ അല്പം നക്കാപ്പിച്ചേ. പെണ്ണിനെ സാറെടുത്തോ, തെറ്റില്ലാത്തൊരു തുക അയക്കും കൂടെ. ഒരു കോംപ്രമൈസ്. വേറെ വഴിയില്ല സാർ. 1-2 ദിവസത്തിനകം എനിക്ക് ജയിലിലേക്ക് തിരിച്ചു പോകണം. ലക്ഷ്മിയെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഈ സാഹസത്തിനൊക്കെ മുതിർന്നത്. പക്ഷെ എവിടെ എത്തിയില്ലല്ലോ. ഞാനിവിടുന്ന് പോയാൽ കുട്ടിയെ കൊണ്ട് ജാനും എന്ത് ചെയ്യും? കുട്ടി മേജറാവാൻ ഇനി അധികം നാളില്ലല്ലോ. ഏറിയ 2 മാസം. അതുവരെ ആരും അറിയാതെ ഇവിടെ കഴിയാം. മേജറായി പിന്നെ ഒരുത്തിനും പേടിക്കണ്ടല്ലോ. അത് ശരി ജാനുമ്മേ, 2 മാസം അവളെ ഒളിപ്പിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ ഒരിക്കൽ ഒളിപ്പിക്കാൻ കഴിയാത്ത ഒന്ന് വളർന്നു വരുന്നുണ്ടല്ലോ. അയ്യോ, പതുക്കെ, മോള് കേക്കണ്ട. വന്നേ. എന്താ മോനെ? ഞാനും ജാനുമ്മയും മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. നമുക്ക് അവളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ. അറിയാതെ പറ്റിപ്പോയൊരബദ്ധം. അതിനുവേണ്ടി ഒരു ജന്മം തുലക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് അതങ്ങ് ഇല്ലാതാക്കിയാലോ? അയ്യോ മോനെ. അത് ജാനുമ്മ എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞെ, ഒരു 1.5 മാസം കൂടി എന്നെ ഇവിടെ താമസിപ്പിച്ചൂടെ? അത് കഴിഞ്ഞ് കൊട്ടാരത്തിൽ ചെന്നാലും നാട്ടുകാരെ അറിയില്ലേ മോളെ? എല്ലാരും അറിഞ്ഞോട്ടെ. കുഞ്ഞെ,
കുഞ്ഞിനൊരു വിവാഹ ജീവിതം വേണ്ടേ? എനിക്കെന്റെ വിവാഹ ജീവിതം വേണ്ട, എനിക്കെന്റെ കുഞ്ഞു മതി. മോളെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞങ്ങൾ ഈ പറയുന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. ഇനി ഇത് എന്നോട് പറഞ്ഞ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവും. ഒരുപാട് നാടകങ്ങൾ കളിച്ച ശേഷമാണ് കൊട്ടാരത്തിൽ നിന്ന് ഞാൻ ലക്ഷ്മി അടിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ വേറൊരു നാടകക്കാരനെ റിസീവ് സാർ അയച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ രണ്ടാളും കൂടി തമ്മിലടിച്ച് ആ കുട്ടിയുടെ ജീവിതം നശിക്കുന്നതിനേക്കാൾ നല്ലത് അവൾ ആ നാടകക്കാരൻ്റെ കൂടെ എവിടെയെങ്കിലും പുറത്തോട്ട് സാറുമാരെ. സന്മാർഗം ഉപദേശിക്കാനല്ല നിന്നെ വിളിച്ചു വരുത്തിയത്. കള്ളു കുടിച്ചോ വയറ്റി കിടക്കണം. നീ പറഞ്ഞിട്ടില്ലടാ ഞങ്ങൾ കോംപ്രമൈസ് ആയത്. മറ്റവൻ ഇങ്ങനെ പിന്നീന്ന് കുത്തുവന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. എന്റെ പൊന്ന് തമ്പുരാനെ, ഒരു കാലത്ത് അവൻ വിശ്വസ്തനായിരുന്നു. അതേ വിശ്വസ്തത അവൻ ആ പെണ്ണിനോട് ഉണ്ടായിപ്പോയി. അവിടെയാണ് നമുക്ക് അക്കടി പറ്റിയത്. തമ്പുരാനെയും വേണ്ട എന്നെയും വേണ്ടെന്ന് അവൾ അവനോട് കരഞ്ഞു പറഞ്ഞു കാണും അല്ലേ? അവളുടെ സമ്മതത്തോടെയാണെങ്കിൽ കൊട്ടാരത്തിന് പുറത്ത് അവൾക്ക് പരിചയക്കാരായി മറ്റാരെങ്കിലും ഉണ്ടോ? പരിചയക്കാരെന്ന് പറയുമ്പോ ഉണ്ടല്ലോ. ആരാണത്? അവള് സ്നേഹിക്കുകയും അവളെ സ്നേഹിക്കുകയും ചെയ്ത ഒരാളുണ്ട്, ജാനുമ്മ. വിഷ്ണു, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അവൾ എവിടെയായിരുന്നാലും കൊള്ളാം. ബാക്കി പറയണ്ട സാർ. മനസ്സിലായി. ആ നിധി കൈക്കലാക്കി നിങ്ങൾക്ക് പങ്കുവെക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. Why are you so sentimental? സെന്റിമെന്റല്ലോ? ഞാനോ? ഞാൻ ഓക്കെയാണ്. താനിവിടെ ഇരുന്നോ, ഞാൻ നോക്കിയിട്ട് വരാം. ദാ
ഇവനാണോ വിഷ്ണു? ലക്ഷ്മി ചോദിച്ചത് കേട്ടില്ലേ?